ഹലോ മക്കളെ, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? ഇന്ന് കടല മസാലയാണ് നിങ്ങൾ കാണിച്ചിരുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കടല മസാല, അതും ഭയങ്കര ടേസ്റ്റിൽ നമ്മളെ കാസർഗോട്ടാർ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനും വേണ്ടിയിട്ട് വെളുത്ത കടല, നല്ല വലിയ കടല 1 കപ്പ് എടുത്തിന് 250 ml മെഷർമെൻറ്റ് കപ്പിൽ. എന്നിട്ട് കൈറ്റായിട്ട് ഞാൻ 8 മണിക്കൂർ നല്ലപോലെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ കടലെല്ലാം കുതിർന്നിട്ട് വന്ന പിന്നെ ഞാൻ എന്താക്കി, നല്ലോണം കൈറ്റെടുത്തിട്ട് കുക്കറിലിട്ട് കൊടുത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അത്രയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ കടല എണ്ണയെല്ലാം ഒഴിച്ചിട്ട് വേവിക്കുമ്പോൾ നല്ല പദമായിട്ട് വരും. അങ്ങനെ 10 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് എടുത്ത് ഇനി തീയെല്ലാം ഓഫാക്കിയിട്ട് ഇതിൻ്റെ സ്റ്റീമെല്ലാം പോകണം, അതെല്ലാം ആവിയെല്ലാം പോയ പിന്നെ നമുക്ക് തുറക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1 കണ്ടം പട്ട, 1 കണ്ടം ബേ ലീഫ്, 3 കറാമ്പൂ ഇതെല്ലാം ഞാൻ ഇട്ടുകൊടുത്ത് ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞോവും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്, അതായത് ചതച്ചത് 1 ടീസ്പൂൺ ഇട്ടിട്ട് അതും പച്ചമണെല്ലാം പോകുന്ന പോലെ മൂപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം വെളിച്ചെണ്ണയിൽ വാറ്റിയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര മണം കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. എല്ലാം മൂത്തിട്ട് വന്ന പിന്നെ ഞാൻ മീഡിയം സൈസിലുള്ള 3 ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയും സോഫ്റ്റ് ആകുന്ന പോലെ നല്ലോണം വയറ്റിയിട്ട് എടുക്കണം. ഉള്ളിയെല്ലാം വയറ്റുന്ന സമയം തീ മീഡിയത്തിൽ വെക്കണം, ഫുള്ള് തീയിൽ വെക്കണ്ട. എല്ലാം വയറ്റുന്ന സമയത്ത് നമ്മൾ എളുപ്പത്തിലാട്ടെന്ന് വിചാരിച്ചിട്ട് തീ കൂട്ടി കൊടുക്കാൻ പാടില്ല. ഉള്ളിയെല്ലാം നല്ലപോലെ വേന്ന് വന്നിട്ടാകുമ്പോൾ 2 ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റിയിട്ട് എടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം സോഫ്റ്റായിട്ട് ഈ ഉള്ളിൻ്റെ ഒക്കെ മിക്സ് ആവണം, ആ സമയം വരെ വയറ്റിയിട്ട് എടുക്കണം. ഉള്ളിയും തക്കാളിയും നല്ലോണം വയന്നില്ലെങ്കിൽ കറി പാങ്ങുണ്ടാവില്ല. ഈ റോസ്റ്റ് ഉള്ളിയെല്ലാം കടിക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ പിന്നീട് വേറെ എന്തും ചേർക്കുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റായിട്ട് വയന്നിട്ട് പച്ചമണെല്ലാം മാറിയിട്ട് കിട്ടണം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും സോഫ്റ്റായിട്ട് വന്ന് ഇനി തീയെല്ലാം ചെറുതാക്കി വെച്ച പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ടിട്ട് ചെറിയ തീയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് പച്ചമണെല്ലാം മാറ്റിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താക്കാം, വേവിച്ചിട്ട് വെച്ച കടല ചേർത്തിട്ട് കൊടുക്കാം. ഈ വെള്ളത്തോട് കൂടിയിട്ട് കടലയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണം. ഭയങ്കര ടേസ്റ്റുള്ള കറി ഇത്. പൂരിക്കാണ് ഭയങ്കര മാച്ച്. പൂരിക്ക്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക് എല്ലാം അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഈ മസാല കടലൻ്റെ ഒക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടലയും മസാലയെല്ലാം നല്ല മിക്സായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കസൂരി മേത്തി വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുത്ത് പിന്നെ കറിച്ചപ്പല മല്ലിച്ചപ്പല എന്തെല്ലാം വേണം അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടൊന്നുമില്ല. ഇനി വീണ്ടും 1 മിനിറ്റും കൂടി ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാൻ്റെ പാൽ 1 കപ്പ് കൂട്ടാം, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്തേക്ക് എരിവിന് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാരും ഇതൊന്ന് നോക്കിയിട്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും അഭിപ്രായം എനിക്ക് അറിയിക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്കാക്കിയത്. അതേപോലെ നിങ്ങൾക്ക് ചങ്ങായിമാരെല്ലാം ഉണ്ടാവുമല്ലോ, ഓർക്കെല്ലാം ഈ ഐറ്റം ഒന്ന് ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടും കൂടി ആക്കണം. വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.